കൊഹനെ ഞായർ പരേതരായ വൈദികരെ ഓർമ്മിക്കുന്ന ദിനം. 3 നോമ്പിനും വലിയ നോമ്പിനും ഇടയിലെ 18 ദിവസങ്ങൾ. നോമ്പിന്റെ ചിട്ടകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന 18 ഇട. സാർവത്രിക സഭയിൽ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ 24 വ്യക്തിഗത സഭകളുണ്ട്. കത്തോലിക്ക സഭയിൽ ഒരു വ്യക്തിഗത സഭയായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ സഭാ പാരമ്പര്യം അനുസരിച്ച് അറിയപ്പെടുന്നത് കാതോലിക്കോസ് എന്നാണ്. ഇന്ന് കാതോലിക്ക ദിനമായി കൊണ്ടാടുന്നു. സഭയുടെ വിവിധ രൂപതയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന കാതോലിക്കേറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി വിശ്വാസികൾ ഇന്നത്തെ സ്തോത്രകാഴ്ചയും സംഭാവനകളും സമർപ്പിക്കുന്ന പതിവുണ്ട്. പൗരോഹിത്യ അധിഷ്ഠിത തിരുസഭ ഇന്നത്തെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളാണ്. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്തിന് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ? പഴയ നിയമത്തിൽ ദൈവഭവനം അഥവാ കർത്താവിന്റെ ഭവനം എന്നത് കർത്താവിന്റെ പേടകത്തെയോ ദൈവം വസിക്കുന്ന ദേവാലയത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. ഒരു വംശത്തെയോ കുടുംബത്തെയോ വർഗത്തെയോ സൂചിപ്പിക്കാനും ഭവനം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. തന്റെ ഭവനത്തിൽ ഉള്ളവർ എന്നത് യേശുവിനെ അനുഗമിക്കുന്ന വിശാല ശിക്ഷഗണമാണ്. ഇവിടെ ഭവനം ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ പേടകം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദൈവഭവനത്തിലാണ്. ദൈവാലയവാസികൾ ദൈവഭവന അംഗങ്ങളാണ്. ദൈവഭവനം അഥവാ ദേവാലയം ദൈവരാജ്യത്തിന്റെ മുന്നാസ്വാദനമാണ്. ഈ ഭൂമിയിലെ ദൈവരാജ്യമാണ് തിരുസഭ. സമയം സമാഗതമായി, ദൈവരാജ്യം സമാഗതമായി എന്ന ആമുഖത്തോടെയാണ് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്. ബൈബിളിലെ സമയം കൈറോസ്, അനുദിനം പുതുമയുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം, ദൈവം പ്രകാശത്തെ പകലെന്നും അന്ധകാരത്തെ രാത്രി എന്നും പേരിട്ട് വിളിച്ചു. സമയം ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ വെളിപാടിനോട് മനുഷ്യൻ പ്രതികരിക്കുമ്പോൾ ആ നിമിഷങ്ങൾ അവന്റെ രക്ഷയുടെ നിമിഷങ്ങളായി മാറുന്നു. ദൈവം സമയത്തിന് അതീതനാണ്. ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്നത് സമയത്തിലാണ്. രക്ഷ സമയാതീതമായ സത്യമാണ്. രക്ഷ, മനുഷ്യന്റെ രക്ഷ സമയബന്ധിതമാണ്. സമയത്തിനുമേൽ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ സമയത്തിന്റെ പൂർണ്ണതയിലുള്ള ക്രിസ്തുവിന്റെ ദൗത്യമാണ്. ദൈവത്തിന്റെ നിത്യത എന്നത് സമയരാഹിത്യമല്ല, മറിച്ച് സമയത്തിന്റെ പൂർണ്ണതയാണ്. ദൈവഭവനത്തിലുള്ളവർ ദൈവരാജ്യത്തിന്റെ മക്കളാണ്.
കൃത്യസമയത്ത് എന്നത് സമയത്തിനുമേൽ അധികാരമുള്ള ദൈവം രക്ഷയ്ക്കായി നിശ്ചയിച്ചുറപ്പിക്കുന്ന സമയമാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹബന്ധത്തെയും പരസ്പര കടമയെയും സൂചിപ്പിക്കുന്നു. വ്യക്തികൾ ഉടമ്പടി ഉണ്ടാക്കുന്ന അവസരങ്ങളിൽ ഭക്ഷണം പ്രതീകാത്മകമായിരുന്നു. കർത്താവിന്റെ മുൻപിൽ ഭക്ഷണം കഴിക്കുന്ന ഇസ്രായേൽക്കാർ വിശുദ്ധ ഭക്ഷണത്തിലൂടെ ദൈവവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 44-ഉം 45-ഉം തിരുവചനങ്ങൾ, ആതിഥേയൻ അതിഥിയെ ചുംബനം നൽകിയും പാദങ്ങൾ കഴുകിയും സ്വീകരിച്ചിരുന്നു. വിരുന്നിന് ചേർന്ന വസ്ത്രം അതിഥി ധരിക്കണമായിരുന്നു. ദൈവഭവനത്തിലെ കൃത്യസമയത്തുള്ള ഭക്ഷണം ദൈവരാജ്യത്തിന് അവകാശികളായ ദൈവമക്കൾക്കായി ദൈവഭവനത്തിൽ ഒരുക്കപ്പെട്ട സ്വർഗരാജ്യ വിരുന്നാണ്. ആഘോഷപൂർവമായ വിരുന്ന് അതിഥിയും ആതിഥേയനും തമ്മിലുള്ള ഐക്യദാർഢ്യത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രകാശനമാണ്. ആദിമ ക്രിസ്ത്യാനികൾക്ക് ഇത്തരത്തിലുള്ള അത്താഴ വിരുന്ന് ഉണ്ടായിരുന്നു. ആചാരപരമായ വിരുന്ന് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനുമായിരുന്നു. യുഗാന്ത്യത്തിൽ യാവേ എല്ലാ ജനതകൾക്കും വേണ്ടി സിയോനിൽ ഒരു വിരുന്ന് ഒരുക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 6-ാം തിരുവചനം. യേശുനാഥന്റെ അത്താഴ വിരുന്ന് ആചാരപരമായ വിരുന്നായിരുന്നു. ഈ വിരുന്ന് യേശുവിന്റെ സമാഗത കുരിശുമരണത്തിന്റെ പ്രതീകമായിരുന്നു. വിരുന്നിൽ വീഞ്ഞു കുടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പ്രഥമ സ്ഥാനം ഉണ്ടായിരുന്നു. മുന്തിരി വിളയുന്ന വിളഭൂമിയിൽ ഒരുമിച്ച് വീഞ്ഞു കുടിക്കുക വിരുന്നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ദൈവരാജ്യത്തെ പലപ്പോഴും വിരുന്നിനോടാണ് സദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. ദൈവഭവനത്തിലെ കൃത്യസമയത്തുള്ള ഭക്ഷണം ദൈവരാജ്യ വിരുന്നാണ്. ദൈവരാജ്യത്തിലെ വിരുന്ന് എന്നും വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യന്റെ ഉപമയെന്നും ഈ സുവിശേഷ ഭാഗത്തിന് പേര് നൽകാം. ദൈവഭവനത്തിലെ യജമാനൻ ക്രിസ്തുവാണ്. ക്രിസ്തു സ്വർഗീയ യജമാനനാണ്. യജമാനന് കീഴ്പ്പെട്ടിരിക്കുകയും എല്ലാ കാര്യങ്ങളിലും യജമാനനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭൃത്യൻ അഥവാ ദാസൻ. യഥാർത്ഥ ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാനാവില്ല. സ്വർഗീയ യജമാനനായ ക്രിസ്തു നിയോഗിക്കുന്ന ഭൃത്യൻ വിശ്വസ്തനാണ്, വിവേകിയാണ്. ദൈവഭവനത്തിലെ ഭൃത്യൻ വിശ്വസ്തനായിരിക്കണം, വിവേകിയായിരിക്കണം. ഈ ഉപമ യേശു ശിഷ്യരോടുള്ള ഉപമയാണ്. സഹസേവകർക്ക് ഭക്ഷണം കൊടുക്കാനാണ് സേവകർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിലെ വലിപ്പം മറ്റുള്ളവരുടെ സേവകനായിരിക്കുന്നതിലാണ്, ശുശ്രൂഷകനായിരിക്കുന്നതിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 27-ാം തിരുവചനം, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. സ്വർഗരാജ്യത്തിലെ ഒന്നാമനും വലിയവനും മറ്റുള്ളവരുടെ ശുശ്രൂഷകനാണ്, ദാസനാണ്. യജമാനൻ വരുമ്പോൾ എന്ന പ്രയോഗം സ്വർഗീയ യജമാനായ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയാകുന്ന ദൈവഭവനത്തിലെ വിരുന്നിന്റെ പ്രത്യേകത ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ഓർമ്മയാണ് അത് എന്നതാണ്. ഇവിടെ വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്തിന് ഭക്ഷണം കൊടുക്കുന്നവരായി കാണപ്പെടുന്നു. ഇവിടെ ഭക്ഷണം വിശുദ്ധ കുർബാനയാണ്, സ്വർഗരാജ്യ വിരുന്നാണ്, ആത്മീയ യാത്രാ ഭോജ്യമാണ്, ജീവ ഔഷധമാണ്.
ഇപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ അഥവാ അനുഗ്രഹീതൻ. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സുനിശ്ചിതമാണ്. പക്ഷേ എപ്പോൾ എന്നത് ദൈവപിതാവിന് മാത്രമേ അറിയുകയുള്ളൂ. പുത്രന് പോലും അറിയുകയില്ല. ദൈവഭവന ശുശ്രൂഷയിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ദാസന് മാത്രമേ ദൈവപിതാവിന് മാത്രം അറിയാവുന്ന ക്രിസ്തുവിന്റെ രണ്ടാം വരവിലും വിശ്വസ്തരും വിവേകിയുമായി കാണപ്പെടാനാവുകയുള്ളൂ. ഇവിടെ ഭൃത്യൻ ദൈവഭവനത്തിലായിരിക്കുന്നവനാണ്. ദൈവഭവനത്തിലെ തന്റെ സംലഭ്യതയെ വലുതായി കാണുന്ന ഭൃത്യൻ ദൈവജനത്തിനായി ദൈവം ഒരുക്കുന്ന രക്ഷയുടെ സമയത്ത് ആത്മീയ ശുശ്രൂഷ നൽകുന്നതിന് സർവദാ സന്നദ്ധനായിരിക്കുന്ന ഭൃത്യൻ. സ്വർഗരാജ്യ വിരുന്ന് കേന്ദ്രീകൃത ശുശ്രൂഷയാണ് ദൈവഭവനത്തിലെ ശുശ്രൂഷകളെല്ലാം. ക്രിസ്തു എന്ന യജമാനെ മാത്രം സേവിക്കുന്ന ഭൃത്യൻ സദാ ക്രിസ്തു സാമീപ്യത്തിലാണ്. ദൈവഭവനത്തിലായിരിക്കുന്ന അവസ്ഥ ദൈവ സാമീപ്യത്തെയും സഹവാസത്തെയും സൂചിപ്പിക്കുന്നു. യജമാനന്റെ രണ്ടാമത്തെ വരവിലും തുടരുന്ന ദൈവഭവന ശുശ്രൂഷ എന്റെ രണ്ടാമത്തെ വരവ് വരെ ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞ് ക്രിസ്തു ഫലമേൽപ്പിച്ച പുതിയ ഉടമ്പടിയാകുന്ന വിശുദ്ധ കുർബാനയുടെ അഥവാ സ്വർഗീയ അപ്പത്തിന്റെ ദൈവഭവനത്തിലെ ആത്മീയ ഭക്ഷണത്തിന്റെ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന ഭൃത്യൻ പുരോഹിതനാണ്. പുരോഹിതൻ ക്രിസ്തു എന്ന യജമാനൻ നിയോഗിച്ച ഭൃത്യനാണ്. ദൈവഭവനത്തിൽ തന്റെ സംലഭ്യത ഉറപ്പുവരുത്തണം. രക്ഷയുടെ സമയത്ത് ദൈവ ശുശ്രൂഷ നൽകുവാൻ സന്നദ്ധനായിരിക്കണം. സദാ ഒരുക്കമുള്ളവനായിരിക്കണം. ദൈവഭവനത്തിലുള്ളവരെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. ദൈവഭവനത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. ദൈവഭവന ശുശ്രൂഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. ദൈവഭവനത്തിലെ ഭക്ഷണം മുടക്കരുത്. തന്നെ ഭവനത്തിൽ നിയോഗിച്ചത് ക്രിസ്തുവാണെന്ന ബോധ്യം നിരന്തരം കാത്തു സൂക്ഷിക്കണം. വിശ്വസ്തനായിരിക്കണം. ദൈവത്തോടും ദൈവഭവനത്തോടും ദൈവജനത്തോടും തന്നോട് തന്നെയും വിശ്വസ്തനായിരിക്കണം. വിവേകിയായിരിക്കണം. രക്ഷയുടെ സമയം വ്യത്യസ്തമാണ്. ദൈവഭവനത്തിലുള്ളവർ വ്യത്യസ്തരാണ്. ദൈവഭവനത്തിന് ചുറ്റും മറ്റൊരു ലോകമുണ്ട്. ദൈവം തന്റെ ഭവനത്തിലേക്ക് വിളിച്ചു ചേർത്തവർ നഷ്ടപ്പെടാത്ത ജാഗ്രതയും വിവേകവും കാത്തു സൂക്ഷിക്കണം. ദൈവഭവനത്തിന് ചേർന്ന പ്രവൃത്തി, യജമാനന്റെ ഹിതത്തിനു ചേർന്ന ജീവിതചര്യ കാത്തു സൂക്ഷിക്കുന്ന ഭൃത്യനായിരിക്കണം. ദൈവഭവനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താത്തവനായിരിക്കണം. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലും കാണപ്പെടുന്ന ആത്മീയ ഉണർവുള്ള ഭൃത്യനായിരിക്കണം. ദൈവം കൂടെയുള്ളത് കൊണ്ടുള്ള സൗഭാഗ്യമാണ് ഭൃത്യനെ ഭാഗ്യവാനായി അഥവാ അനുഗ്രഹീതനായി നിലനിർത്തുന്നത്. വിശ്വസ്തനായി നിലനിൽക്കാൻ ദൈവഭവന ശുശ്രൂഷയുടെ വിശുദ്ധിയും ലാളിത്യവും നിലനിർത്താൻ, ശുശ്രൂഷയിൽ സജീവനായി നിലകൊള്ളാൻ അവഹേളനങ്ങളും പീഡകളും ത്യാഗങ്ങളും ഏറ്റെടുത്ത ഭൃത്യൻ ഭാഗ്യവാനാണ്, അനുഗ്രഹീതനാണ്, ദൈവഭവന അവകാശിയാണ്, സ്വർഗത്തിലെ വലിയവനാണ്. വിവേകപൂർവം ശുശ്രൂഷ ചെയ്യുന്ന വിശ്വസ്തനായ ദാസൻ അംഗീകരിക്കപ്പെടുന്നത് യജമാനന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലാണ്. വിവേകപൂർവമായ ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ ഭൃത്യൻ കാര്യസ്ഥനായി ഉയർത്തപ്പെടുന്നു. പ്രത്യേക സാഹചര്യത്തിൽ യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ് വിവേകം. അവധാനതയോടെയുള്ള പെരുമാറ്റം. പഴയ നിയമത്തിലെ ജോസഫ് വിവേകിയും ബുദ്ധിശാലിയുമായിരുന്നു.
ഫറവോ തന്റെ ദേശാധിപനായി ജോസഫിനെ നിയമിച്ചു. സോളമൻ ജ്ഞാനിയും വിവേകിയുമായിരുന്നു. ദാനിയേൽ ബുദ്ധിശക്തിയുള്ളവനും വിവേകമുള്ളവനുമായിരുന്നു. സർപ്പങ്ങളെ പോലെ വിവേകമുള്ളവനായിരിക്കണമെന്ന് യേശു ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ചു. വിശ്വസ്തതയും വിവേകവുമുള്ള ഭൃത്യനായി ക്രിസ്തുവിന്റെ ന്യായവിധിക്കായുള്ള രണ്ടാമത്തെ വരവിന് ഒരുങ്ങാനുള്ള ആഹ്വാനം യേശു തമ്പുരാൻ നൽകുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 1-ാം തിരുവചനം. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ വിവേകത്തെ യേശു പ്രശംസിക്കുന്നു. ദൈവഭവനത്തിലെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരൻ എന്നതിനർത്ഥം ദൈവഭവനത്തിലെ കാര്യസ്ഥൻ എന്നാണ്. സ്റ്റുവേർഡ്ഷിപ്പ്, ദൈവഭവനത്തിലെ ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. യജമാനന്റെ ഭക്ഷണമേശയുടെ മേൽനോട്ടക്കാരൻ, ദൈവഭവനത്തിലുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നവൻ, യജമാനന് വേണ്ടി നിലകൊള്ളുന്നവൻ, യജമാനന്റെ പകരക്കാരൻ, ദൈവിക കാര്യങ്ങളുടെ നടത്തിപ്പുകാരൻ, ദൈവഭവനത്തിലെ പിന്തുടർച്ചക്കാരൻ. എല്ലാ ക്രൈസ്തവരും യഥാർത്ഥത്തിൽ ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥരാണ്. ദൈവിക രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ. ദൈവഭവനത്തിലെ ഭൃത്യൻ കാര്യസ്ഥനായി വളരണം. കാര്യസ്ഥത വിവേകിയും വിശ്വസ്തനുമായ ഭൃത്യന് ക്രിസ്തുവാകുന്ന യജമാനൻ പരമേൽപ്പിക്കുന്ന മേൽനോട്ടക്കാരന്റെ ദൗത്യമാണ്. വിശ്വസ്തനായ ഭൃത്യൻ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നു, നിത്യ കിരീടത്തിന് അർഹനാകുന്നു. ദുഷ്ടനായ ഭൃത്യൻ ദൈവവചനത്തെ തനിക്കായി ദുർവ്യാഖ്യാനം ചെയ്യുന്നു. യജമാനൻ താമസിച്ചേ വരൂ, യജമാനൻ താമസിച്ചേ വരൂ എന്ന ചിന്ത ഭൃത്യനെ അലസതയിലേക്കും ലൗകിക സുഖഭോഗങ്ങളിലേക്കും ദൈവഭവനത്തിന്റെ വിശുദ്ധിക്ക് ചേരാത്ത കൂട്ടുകെട്ടിലേക്കും വലിച്ചിഴയ്ക്കുന്നു. ന്യായവിധിക്കായുള്ള ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ് ഭൃത്യനെ വിശുദ്ധ ജീവിതത്തിനായി ഉണർത്തുന്നത്, നിതാന്ത ജാഗ്രതയുള്ളവനാക്കുന്നത്. ദൈവഭവനത്തിലെ ഒരു ഭൃത്യൻ അലസനായി ലൗകിക സുഖങ്ങളിൽ രമിക്കുന്നവനായാൽ ദുഷ്ടഭൃത്യന്മാരുടെ ഒരു കൂട്ടുകെട്ട് തന്നെ ഉണ്ടാകും. ദൈവഭവനത്തിലെ ഭൃത്യന്മാർക്കിടയിൽ നല്ല ഭൃത്യന്മാരും ദുഷ്ടഭൃത്യന്മാരും ഉണ്ട്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവർ വേർതിരിക്കപ്പെടും. തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുക എന്നതിനർത്ഥം ദൈവഭവനത്തിന് നിരക്കാത്ത ജീവിത രീതി കൊണ്ട് സഹഭൃത്യന്മാരുടെ ശുശ്രൂഷ സ്വൈര്യത്തെ നഷ്ടപ്പെടുത്തുക എന്നാണ്. ദുഷ്ടഭൃത്യൻ ഭോജനപ്രിയത്തിനും മദ്യപാനത്തിനും അടിമയാണ്. അലസതയും ലൗകിക സുഖങ്ങളും ഭോജനപ്രിയവും മദ്യപാനവും അവിശുദ്ധ കൂട്ടുകെട്ടുകളും ദൈവഭവനത്തിലെ ഭൃത്യന് നിരക്കാത്ത നടപടികളാണ്. ഇവ ആത്മീയ ഉണർവ് നഷ്ടപ്പെടുത്തും, ദൈവ ശുശ്രൂഷയിൽ മാന്യം ജനിപ്പിക്കും, സുഖ സൗകര്യങ്ങൾക്കായുള്ള അഭിവാഞ്ച ജനിപ്പിക്കും, ദൈവഭവനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തും. രണ്ട് യജമാന്മാരെ സേവിക്കലാവും. ദുഷ്ടഭൃത്യന്മാരുടെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടും. ദൈവഭവനത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടും. പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലുമാണ് ക്രിസ്തുവാകുന്ന യജമാനന്റെ രണ്ടാമത്തെ വരവ്. ഇത് ന്യായവിധിക്കായിട്ടുള്ള വരവാണ്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ദുഷ്ടഭൃത്യന്മാർ ശിക്ഷിക്കപ്പെടുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളപ്പെടുകയും ചെയ്യും. ജീവിത വിശുദ്ധിയില്ലാത്ത ഭൃത്യന്മാർ കാപട്യക്കാരാണ്. ജീവിത വിശുദ്ധിയില്ലാത്ത ഭൃത്യന്മാർ കാപട്യക്കാരാണ്, കപടനാട്യക്കാരാണ്. അവർക്ക് ശിക്ഷാവിധിയുണ്ട്. ഇക്കൂട്ടർ തള്ളപ്പെടുന്ന വിലാപവും പല്ലുകടിയുമുള്ള സ്ഥലം നരകമാണ്. ഭൃത്യന്മാർക്ക് സഹഭൃത്യന്മാരോടുള്ള സമീപനം ജീവിത വിശുദ്ധിയിൽ നിന്ന് ജനിക്കുന്നതായിരിക്കണം. ദൈവരാജ്യത്തിന്റെ മക്കൾ പുറത്തെ അന്ധകാരത്തിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ കൂടുതൽ വേദനാജനകമാണ്. ദൈവരാജ്യം നിഷേധിക്കപ്പെട്ടവർ
ആയിരിക്കുന്ന അവസ്ഥയാണ് വിലാപവും പല്ലുകടിയും. കൊഹനെ ഞായറിൽ സഭ പ്രാർത്ഥിക്കുന്നു, വെടിപ്പോടും വിശുദ്ധിയോടും കൂടി മഹാവിശുദ്ധ സ്ഥലത്തെ സ്പർശിച്ചിട്ടുള്ള പുരോഹിതരുടെ പാദങ്ങൾ പറുദീസായുടെ വാതിലുകൾ കടന്ന് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് വസിക്കുമാറാകണമേ. ആചാര്യൻ അഥവാ പുരോഹിതൻ എന്ന പദവി ആദ്യമായി മോശയും അഹറോനും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. മൂശയിൽ നിന്ന് അത് പരമ്പരാഗതമായി സ്കറിയായിക്ക് ലഭിച്ചു. സ്കറിയ യോഹന്നാനും, യോഹന്നാൻ കർത്താവിനും അത് നൽകി. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അത് ഭരമേൽപ്പിച്ചു. സ്ത്രീഹന്മാരിൽ നിന്ന് തിരുസഭയിൽ ഇന്നോളം പൗരോഹിത്യ ശുശ്രൂഷ തുടരുന്നു. വിശ്വസ്തനും വിവേകിയുമായി വിശുദ്ധിയുള്ളവനായി നിർവഹിക്കുന്ന ദൈവ ശുശ്രൂഷ പുരോഹിതന് സമ്മാനിക്കാനുള്ള കിരീടങ്ങൾ ബലിപീഠത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസ്തനും വിവേകിയുമായി വിശുദ്ധിയുള്ളവനായി ദൈവ ശുശ്രൂഷ നിർവഹിക്കുന്ന പുരോഹിതന് സമ്മാനിക്കാനുള്ള കിരീടങ്ങൾ ബലിപീഠത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങളെ പാപമോചനത്തിനായി പാവനമായ ബലിപീഠത്തിൽ കൈകളിൽ എടുത്ത് ആഘോഷിച്ച പുരോഹിതർ നമുക്ക് ആത്മീയ കൂദാശകൾ പകർന്നു നൽകിയവരാണ്. ദൈവഭവനത്തിലുള്ളവർക്ക് കൃത്യ സമയത്ത് ഭക്ഷണം നൽകി യജമാനനായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്ന ഭൃത്യന്മാർ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുന്നതിന് നമുക്ക് സഭയായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.